നമസ്കാരം. മൂന്നാം തുടർ ഭരണത്തിനിടെ ആത്മവിശ്വാസം CPIM-ന് നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തു സംഭവിച്ചാലും തുടർ ഭരണമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പിണറായിയും കൂട്ടരും. പിണറായിയുടെ അതിശക്തമായ ഇടപെടൽ, പാർട്ടിയുടെ മേലുള്ള പിടിമുറുക്കം, അത് അയയാതെ പിണറായി മുമ്പോട്ട് കൊണ്ടുപോയത് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ മൂന്നാം തുടർ ഭരണം ലക്ഷ്യം വെച്ചാണ്. ജനങ്ങൾ വിഡ്ഢികളാണെന്നും അവർക്ക് നക്കാപ്പിച്ചു കൊടുത്താൽ, അവരെ നാടുനീളെ പരസ്യം കൊടുത്ത് പറ്റിച്ചാൽ അവർ പറ്റിക്കപ്പെടുമെന്നും കരുതിയുള്ള പ്രചരണമായിരുന്നു ഇതുവരെ നടന്നത്. ഒരു മനുഷ്യനും പിണറായിക്കെതിരെയോ CPM-നെതിരെയോ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവർ സൃഷ്ടിച്ചത്. സകല ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും പണം വാരിയെറിഞ്ഞ് അവർ ജനാഭിപ്രായത്തെ ഹൈജാക്ക് ചെയ്തു. വഴിനീളെ ഹോർഡിങ്സുകൾ വെച്ച് ഇടതുമുന്നണിയല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നിഷ്പക്ഷ സമൂഹം പോലും തുടർഭരണം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കി അവരുടെ വോട്ട് പിടിക്കാനായിരുന്നു CPM-ന്റെ നീക്കം. എന്നാൽ ജനങ്ങൾ ഈ പ്രചരണമെല്ലാം തള്ളിക്കളഞ്ഞു. വിഭാഗീയതയും വർഗീയതയും പറഞ്ഞ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി ജനത്തെ കബളിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടി നേതാക്കൾ പലരും പുറത്തേക്ക് വന്നു. പിണറായിക്കെതിരെയുള്ള പടയൊരുക്കം CPM-ൽ ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ വിമതർ UDF സ്ഥാനാർത്ഥികളായതോടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ആവേണ്ടിയിരുന്ന ഏറ്റവും മുതിർന്ന നേതാവ് G. സുധാകരൻ UDF സ്ഥാനാർത്ഥിയായതോടെ CPM-ന്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർട്ടിക്കെതിരെയുള്ള ഒരു കലാപത്തിനുള്ള കോപ്പുകൂട്ടലാണ് സകല മനുഷ്യരും. സർവേയുമായി മറുനാടൻ ടീം ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരാണ് പിണറായി തോൽക്കണം എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയുന്നത്. പിണറായി തോറ്റാൽ മാത്രമേ CPM നിലനിൽക്കൂ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇക്കുറി CPM-നെയും പിണറായിയും തോൽപ്പിക്കണം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ പാർട്ടിക്കുള്ളിൽ ശാക്തിക ചേരിക്കുള്ളിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിണറായി ദുർബലപ്പെട്ടാൽ പകരം ചുമതലയേൽക്കാനുള്ള നീക്കങ്ങളുമായി പലരും രംഗത്തുണ്ട്. ഏറ്റവും ശക്തമായി നീക്കം നടത്തുന്നത് P. രാജീവാണ്. P. രാജീവിന് പണ്ട് മുതലേ പാർട്ടി സെക്രട്ടറി എന്ന സ്വപ്നം തലയിൽ പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ മനോരമ ദിനപത്രത്തിന്റെ ക്രോസ് ഫയർ എന്ന സുജിത് നായരുടെ അഭിമുഖ പരമ്പരയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നും P. രാജീവ് പറഞ്ഞത് ഈ സൂചനയുടെ ഭാഗമാണ്. എല്ലാവർക്കും അറിയാം, പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. അധികാരത്തിലെത്തിയാൽ പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന്. എന്നാൽ P. രാജീവ് തോൽവി മണത്തുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി തോറ്റുപോയാൽ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് എത്താനുള്ള നീക്കമാണ് P. രാജീവ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിലപാടെടുത്താൽ തീർച്ചയായും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതാവാകാനുള്ള സാധ്യതയാകുമെന്ന് രാജീവ് തിരിച്ചറിയുന്നു. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഉൾചലനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നതിന്റെ ലക്ഷണം തുടർഭരണമില്ല, വലിയ തോൽവിയാണ് എന്നതാണ്. മനോരമ ന്യൂസിന്റെ സർവേയിൽ മലബാറിൽ UDF-ന് വലിയ മുന്നേറ്റമുണ്ട്. മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടെന്ന് ഉറപ്പായതോടെ ഒരു വശത്ത് ഹിന്ദു പ്രീണനം നടത്തുകയും മറുവശത്ത് UDF അകറ്റി നിർത്തിയിരിക്കുന്ന SDPIയുടെ സഹായം തേടുകയും ചെയ്യുകയാണ് CPIM. ഒരേ സമയം തീവ്ര ഹിന്ദു തീവ്ര മുസ്ലിം വോട്ട് പിടിക്കാനുള്ള തന്ത്രവുമായി CPM രംഗത്തിറങ്ങിയിരിക്കുന്നു. വേങ്ങരയിൽ ഉറച്ച സീറ്റ് കൊടുത്ത് KM ഷാജി ജയിപ്പിക്കാൻ ലീഗ് ശ്രമം നടത്തുമ്പോൾ അവിടെ ഒരു മുൻ SDPI നേതാവിന് CPM സീറ്റ് കൊടുത്ത് SDPI ചേർത്ത് പിടിക്കുന്നു. SDPIക്കും CPM-നും തമ്മിൽ ഭിന്നതയൊന്നുമില്ലെന്നും CPM-നോടുള്ള സംശയം മാറിയെന്നും SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞത് CPM-ഉം SDPIയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ്. BJP സീറ്റ് നേടിയാലും കുഴപ്പമില്ല, UDF-ന് സീറ്റ് കുറയണം എന്ന വാശിയിലാണ് മഞ്ചേശ്വരം അടക്കമുള്ളിടത്ത് SDPI സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിന്റെ പേരിൽ SDPIയിൽ ഇപ്പോഴും ഭിന്നതയുണ്ട്. അതായത് SDPIയെ കൂടെ നിർത്തി വിജയിക്കുക എന്ന തന്ത്രം CPM ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ട് എന്നതിന് തെളിവാണ് വോട്ട് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം. പിണറായിയുടെ വീട്ടിൽ പോയി ചോദിക്കുന്ന ചോദ്യം വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തോൽവി മണത്തതോടുകൂടി അക്രമത്തിന്റെ പാതയിലേക്ക് CPM ഇറങ്ങിയിരിക്കുന്നു. അടിമുടി അക്രമമുണ്ടാക്കുക, ഭയപ്പെടുത്തുക, തല്ലി തകർക്കുക, നശിപ്പിക്കുക, അങ്ങനെ ഭീതി വളർത്തി ജനത്തെ അകറ്റി നിർത്തുക എന്നതാണ് അവരുടെ നീക്കം. തുടർച്ചയായി അത്തരം അക്രമങ്ങൾ പലയിടത്തും അഴിച്ചുവിടുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ എന്ന CPM വിമതന്റെ പ്രചരണ വാഹനം മലപ്പട്ടത്ത് വെച്ച് തടഞ്ഞ് ആക്രമണം നടത്തുകയുണ്ടായി. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് എന്ന യുവ നേതാവാണ് പിണറായിക്കെതിരെ മത്സരിക്കുന്നത്. വലിയ ഗൗരവമൊന്നും പിണറായി ഇതിന് കൊടുത്തിരുന്നില്ലെങ്കിലും അബ്ദുൾ റഷീദ് അവിടെ ഉണ്ടാക്കുന്ന ചലനം പിണറായിയുടെ ഭൂരിപക്ഷം പകുതിയായി കുറയ്ക്കുമെന്ന ഭയം ഒടുവിൽ CPM-നെ അലട്ടിയതോടെ അബ്ദുൾ റഷീദിനെ വഴിയിൽ തടഞ്ഞ് കയ്യേറ്റത്തിന് ശ്രമിച്ചു CPM നേതാക്കൾ. തൊടുപുഴയിലും ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. തോൽവി ഭയം കലശലായപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM ഇപ്പോൾ ശ്രമിക്കുന്നത്
വമ്പൻ അക്രമങ്ങൾ അഴിച്ചുവിടാനാണ്. കുറ്റ്യാടിയിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ, മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായതോടെ അവിടെ ഒരു അധ്യാപകനായ DYFI ബ്ലോക്ക് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് മിഥുൻ ലാൽ എന്നാണ്. മിഥുൻ ലാലും രൂപേഷ് എന്ന് പറയുന്ന മറ്റൊരു DYFI നേതാവും വിതുൽ ബാലൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് ബോംബാക്രമണം നടത്തി. അതായത് ആ വീട്ടിൽ അമ്മയും അപ്പനും ഉണ്ടായിരുന്നു. അവരെ കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് അവർ പറയുന്നത്. പോലീസ് എത്തിയപ്പോൾ വികാരഭരിതമായി പരിചയക്കാരനായ ഈ അധ്യാപകൻ പറഞ്ഞതിനെ കുറിച്ച് വീട്ടുകാർ പറയുന്നത് കേൾക്കുക. നമ്മൾ രണ്ടാമത് മരണപ്പെട്ടു കൊന്നതാണ്. 2:45 മണിക്ക് ഞങ്ങളെന്തിനു കൊല്ലുവാൻ നോക്കി? ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത് മോനെ നീ നോക്കുന്നതായത്? ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത് ഇയാള്? എന്നാൽ ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഈ ഗുണ്ടകളെ CPIM ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇതാണ്. എന്ന് വെച്ചാൽ അക്രമം നടത്തുന്നവരെ സ്വീകരിക്കും, അവർക്ക് പദവി കൊടുക്കും എന്ന നിലപാടിലേക്ക് CPIM മാറിയിരിക്കുന്നു. തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ CPM-ന് മുമ്പിലുള്ള ഏക വഴിയായി ആക്രമണം മാറുമ്പോഴും ജനങ്ങൾ ഉറച്ച നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നു. ഈ ഭരണം ഇനി വേണ്ട. ധാർഷ്ട്യത്തിന്റെയും അഴിമതിയുടെയും കൊലപാതകത്തിന്റെയും അഹങ്കാരത്തിന്റെയും നീതിയില്ലായ്മയുടെയും ഭരണം ഇനി വേണ്ട. ഏത് ചെകുത്താൻ ഭരിച്ചാലും പിണറായി ഭരിക്കേണ്ട എന്ന് പറയുന്നവരാണ് ചുറ്റിനുമുള്ളത്. ഇത് തന്നെയാണ് പിണറായിയുടെയും CPM-ന്റെയും ഉറക്കം കെടുത്തുന്നതും പാർട്ടിക്കുള്ളിൽ തുടർചലനങ്ങൾ ഉണ്ടാവുന്നതും.